ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. ഇലക്ട്രോസ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സിൽ നിന്നുള്ള MCQs ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഇഫ് ഇറ്റ് ഹാസ് എ ചാർജ് ഓഫ് 9 coulomb ആൻഡ് വോൾട്ടേജ് ഓഫ് 5 volt? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ 1.8 farad, ഓപ്ഷൻ ബി 45 farad, ഓപ്ഷൻ സി 4.5 farad ആൻഡ് ഓപ്ഷൻ ഡി 8.1 farad. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ചാർജ് തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. എന്താണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ? കപ്പാസിറ്റൻസ് സി ഈസ് ഗിവൺ ബൈ ക്യൂ ബൈ വി. ക്യൂ ബൈ വി. അപ്പോൾ ഇവിടെ ക്യൂ തന്നിട്ടുണ്ട് 9 coulombs. സോ 9 ബൈ വോൾട്ടേജ് 5 volt. ആൻസർ വരുന്നത് 1.8 farad ആണ്. ഓപ്ഷൻ എ 1.8 farad. Question number 2. Capacitor is a device used to, options are option A, store electrical energy, option B, vary the resistance, option C, store magnetic energy and option D, dissipate energy. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കപ്പാസിറ്റർ ചെയ്യുന്നത്? കപ്പാസിറ്റർ സ്റ്റോർസ് ഇലക്ട്രിക് ചാർജ്. സോ കപ്പാസിറ്റർ സ്റ്റോർസ് എനർജി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ, സ്റ്റോർസ് ഇലക്ട്രിക്കൽ എനർജി. ഇതിൽ സ്റ്റോർ മാഗ്നറ്റിക് എനർജി, അതാരാ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യുന്നത്? എനർജിയെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻഡക്ടറാണ് അല്ലേ. എനർജി ഡിസിപ്പേഷൻ നടക്കുന്നത് എവിടെയാണ്? റെസിസ്റ്റർ. റെസിസ്റ്റേഴ്സ് എനർജി സ്റ്റോർ ചെയ്യുന്നില്ല, അവിടെ എനർജി ഡിസിപ്പേഷനാണ് നടക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ കപ്പാസിറ്റർ is used to store electrical energy. So option A is the answer. Inductors store energy in the form of magnetic field. Resistors, they don't store energy, dissipates energy. Capacitors store energy in the form of electric charge. Question number 3. What effect will be on the capacitance of a capacitor when the area of the parallel plate capacitor is decreased? Options are option A, it will increase, option B, it will decrease, option C, there will be no effect, option D, it will initially increase and then decrease. അപ്പോൾ എന്താണ് കപ്പാസിറ്റൻസ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ കപ്പാസിറ്റൻസും ഏരിയയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ, എപ്സിലോൺ 0 എ ബൈ ഡി. ഇതിൽ എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് എ ഈസ് ദ ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ് and D is the distance between plates. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്. സോ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഏരിയയും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഏരിയ വിൽ ഡിക്രീസ്. സോ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ ഇതിൽ കപ്പാസിറ്റൻസ് സി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. Question number 4. 1 nanofarad is equal to, options are option A 10⁻⁻6 farads, option B 10⁻⁻9 farads, option C 10⁻⁻12 farads and option D 10⁻⁻3 farads. നാനോ ഫാരഡ്സ് നമ്മൾ യൂഷ്വലി കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്സ് പറയുമ്പോൾ നാനോ ഫാരഡ്സ്, മൈക്രോ ഫാരഡ്സിലൊക്കെ ആയിരിക്കും പറയുക. സോ ഈ കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. നാനോ ഫാരഡ് എന്ന് പറയുന്നത് എന്താണ്? 1 nanofarad is equal to 10⁻⁻9 farad. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, 10⁻⁻9 farad. So these are the conversions. 1 millifarad is equal to 10⁻⁻3 farad. 1 microfarad is equal to 10⁻⁻6 farad.
1 nanofarad is equal to 10 raised to minus 9 farad and 1 picofarad is equal to 10 raised to minus 12 farad. So, ഈ കൺവേർഷൻസ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. So, 1 nanofarad is equal to 10 raised to minus 9 farad. Option B. Question number 5. In a multi-plate capacitor, there are a total of 9 plates in parallel. This arrangement is equivalent to dash capacitors in parallel. Options are option A 9, option B 8, option C 4 and option D 10. ഇപ്പോൾ 9 പ്ലേറ്റ്സ് പാരലൽ ആയിട്ട് തന്നിട്ടുണ്ട്. എത്ര കപ്പാസിറ്റേഴ്സ് ആണ് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം ഒരു കപ്പാസിറ്റർ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ 2 പ്ലേറ്റ്സ് പാരലലായിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കപ്പാസിറ്ററാണ്, ഒരു കപ്പാസിറ്റർ, അതിൽ 2 പ്ലേറ്റ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ 3 പ്ലേറ്റ്സ് ഇങ്ങനെ പാരലലായിട്ട് വെച്ച് കഴിഞ്ഞാലോ, ഒരു കപ്പാസിറ്റർ ഇവിടെ വരും, ഇത് 2 കപ്പാസിറ്റർ അല്ലേ. 3 പ്ലേറ്റ്സ് വരുമ്പോൾ അവിടെ 2 കപ്പാസിറ്ററാണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മൾ n പ്ലേറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര കപ്പാസിറ്റേഴ്സ് കാണും? n-1 കപ്പാസിറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 9 പ്ലേറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 8 കപ്പാസിറ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ ബി 8 capacitors in parallel. So when there are n plates in parallel, number of capacitors in parallel is equal to n-1. Question number 6. Capacitive reactance is inversely proportional to. Options are option A frequency, option B voltage, option C amplitude and option D none of the above. Capacitive reactance എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്റർ കറണ്ട് ഫ്ലോയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്പോസിഷൻ, അതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് എക്സ് സി is equal to 1/2 pi fc. 1/2 pi fc. So capacitive reactance is inversely proportional to the frequency. ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, ഫ്രീക്വൻസി. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം. റെസിസ്റ്റൻസിൻ്റെ സെയിം യൂണിറ്റ് ആണ് വരുന്നത്, ഓം. Question number 7. In the given figure, voltage across C1 will be dash volt. C1 is equal to 1 microfarad, C2 is equal to 2 microfarad. ഇപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ കപ്പാസിറ്റേഴ്സ് C1 C2 ആർ ഇൻ സീരീസ്. അതിന് അക്രോസ് ആയിട്ട് 300 വോൾട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നു. C1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 150 ആൻഡ് ഓപ്ഷൻ ഡി 300 വോൾട്ട്. എങ്ങനെയാണ് ചെയ്യുക? കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അതായത് കപ്പാസിറ്റൻസ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. ഇതാണ് കപ്പാസിറ്റൻസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വോൾട്ടേജ് അക്രോസ് C1 is equal to VC1 is equal to total voltage into 1/C1 divided by 1/C1 plus 1/C2. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു C2 ബൈ, അതായത് അതർ കപ്പാസിറ്റൻസ് ബൈ C1 പ്ലസ് C2 എന്ന് വരും. ടോട്ടൽ വോൾട്ടേജ് V ഇൻറ്റു C2 ബൈ C1 പ്ലസ് C2. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വോൾട്ടേജ് വി എത്രയാണ്? 300 വോൾട്ട്. സോ 300 ഇൻറ്റു C2 2 microfarad divided by C1 plus C2, that is 1 microfarad plus 2 microfarad. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന
ആൻസർ 200 വോൾട്ട് ആണ്. ഓപ്ഷൻ ബി 200 വോൾട്ട്. സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. VC1 is equal to V into C2 by C1 plus C2. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം ഇക്വേഷൻ നമ്മൾ റെസിസ്റ്ററിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കറണ്ട് കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ റെസിസ്റ്ററും ഇൻഡക്ടറിലും ഏകദേശം സെയിം ഇക്വേഷൻസ് ആണ് വരുന്നത്. പക്ഷേ കപ്പാസിറ്റർ വരുമ്പം നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇവിടെ വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു അതർ കപ്പാസിറ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റൻസ്. So you will get the answer 200 volt. Question number 8. Two capacitors of 20 microfarad and 30 microfarad are connected in series. What is the total capacitance? Options are option A 12 microfarad, option B 50 microfarad, option C 1.5 microfarad and option D none of this. ഏതാണ് വരുന്നത്? സോ സീരീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സീരീസിൽ നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/C total is equal to 1/C1 plus 1/C2. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓർ യു ക്യാൻ റൈറ്റ് C total is equal to C1 C2 by C1 plus C2. അപ്പോൾ ഇതിൽ C1ൻ്റെ വാല്യൂ എത്രയാണ്? 20 മൈക്രോഫാരഡ് ആൻഡ് C2 ഈസ് 30 മൈക്രോഫാരഡ്. ഇത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 12 മൈക്രോഫാരഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, 12 മൈക്രോഫാരഡ്. Question number 9. If 10 volt is applied across a capacitor of 2 farads, then the energy stored in the capacitor will be. Options are option A 10 joules, option B 20 joules, option C 100 joules and option D 200 joules. ഇപ്പോൾ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ എനർജി സ്റ്റോർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ? ഇക്വേഷൻ എന്താണ്? എനർജി E is equal to half CV square. ഇപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. സിയുടെ വാല്യൂ എത്രയാണ്? 2 ഫാരഡ്സ് ആൻഡ് V is 10 volt. So half into 2 into 10 സ്ക്വയർ ആണ് വരുന്നത്. സോ 100. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 100 joules. Half CV square is the equation for energy stored in a capacitor. We will get the answer 100 joules. Question number 10. In parallel combination of capacitances, the equivalent capacitance is. Options are option A equal to the large capacitance of the combination, option B lower than the large capacitance of the combination, option C lower than the smallest capacitance of the combination and option D greater than the largest capacitance of the combination. ഇപ്പോൾ പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസസ് വരുമ്പോൾ അവിടെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എങ്ങനെയാണ് അതിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നത്? കപ്പാസിറ്റൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? പാരലൽ കോമ്പിനേഷനിൽ സി ഈക്വലൻ്റ് എന്ന് പറയുന്നത് C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് CN അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഈക്വലന്റ് കപ്പാസിറ്റൻസ് വിൽ ബി ലാർജർ ദാൻ ദ ലാർജസ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ലാർജസ്റ്റ് കപ്പാസിറ്റൻസിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും. അതേസമയം സീരീസ് കോമ്പിനേഷൻ വരുമ്പോൾ അവിടെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1/C equivalent is equal to 1/C1 plus 1/C2 plus അങ്ങനെയാണ് അല്ലേ? സോ ആ കേസിൽ കപ്പാസിറ്റൻസ് ഈക്വലന്റ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലോവർ ദാൻ ദ സ്മോളസ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പാരലൽ കോമ്പിനേഷൻ ആണ്. സോ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ലാർജസ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. താങ്ക് യു.